നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളത് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 30 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്രിയേറ്റ് എ സീരീസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ക്രിയേറ്റ് എ സീരീസ്. അപ്പം നമുക്ക് പല രീതിയിൽ സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് എ ലിസ്റ്റ്, ഡിക്ഷണറി, ND array, എ സ്കെയിലാർ വാല്യൂ ഓർ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ, അതായത് കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ 10, 20, 30 അല്ലെങ്കിൽ ഈ 16, 20 ഈ കാണിച്ചിരിക്കുന്ന ഡാറ്റ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ് സച്ച് ആസ് എ ലിസ്റ്റ്, ഡിക്ഷണറി, ND array, സ്കെയിലാർ വാല്യൂ ഓർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്രിയേറ്റ് യൂസിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, യൂസിങ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിനെല്ലാം ഡാറ്റയുടെ ഡെഫിനിഷന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഈ സീരീസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂസിങ് ലിസ്റ്റ്, ഡിക്ഷണറി, ND array. ഈ കാണിച്ചിരിക്കുന്ന ഈ സീരീസ് ലിസ്റ്റിലും ഡിക്ഷണറിയിലും ND arrayയിലും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് സീരീസ് ഫ്രം എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. നമ്മുടെ ലൈബ്രറി പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അതിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് പെൻ, പെൻസിൽ, ബുക്ക് ബാഗ് ആയിരുന്നു. ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്നു. അടുത്തത് തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് നോക്കി ആ ഡാറ്റ ഡിഫൈൻ ചെയ്യുക. 10, 20, 30, 40 ആണ് നമ്മുടെ ഡാറ്റ. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സീരീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് സീരീസ് ഒബ്ജക്റ്റ് ഈക്വൽ PD.series. ശ്രദ്ധിക്കണം, സീരീസിൻ്റെ S ക്യാപിറ്റൽ ലെറ്റർ ആണ്. വിത്തിൻ ബ്രാക്കറ്റ് ഡാറ്റ കോമ ഇൻഡെക്സ്. ആദ്യം ഡാറ്റ കൊടുക്കണം, രണ്ടാമത് ഇൻഡെക്സ് കൊടുക്കണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് സീരീസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ സീരീസ് ഡിസ്പ്ലേ ആണ്. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. പെൻ 10, പെൻസിൽ 20, ബുക്ക് 30, ബാഗ് 40. ഇത് ഇൻഡെക്സും ഇതതിൻ്റെ ഡാറ്റയും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ ഞാനിപ്പോൾ ഇവിടെ ഫ്ലോട്ടാക്കി 10.56 എന്നാക്കിയാൽ എൻ്റെ സീരീസിൻ്റെ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ int64 ആണ്. ഒരു ഡാറ്റ ഞാൻ ഫ്ലോട്ടാക്കി, പെന്നിൻ്റെ ഡാറ്റയാണ് 10.56 ആക്കി. അപ്പോൾ എല്ലാ ഡാറ്റയ്ക്കും 0.0 വന്നു. ഡി ടൈപ്പ് ഫ്ലോട്ട് 64 ആയി. ഇനി ഞാൻ ഒരു ഡാറ്റ നണ്ണാക്കുന്നു. നൺ മീൻസ് അൺഅസൈൻഡ് വാല്യൂ ആണ്. ഒരു ഡാറ്റ നണ്ണാക്കിയപ്പം കണ്ടോ, ബാഗ് നാൻ നോട്ട് എ നമ്പർ എന്നായി. എല്ലാത്തിൻ്റെ കൂടെ 0.0 ആഡായി, ഫ്ലോട്ട് 64 ആയി. ഇനി ഇതിൻ്റെ അകത്ത് ലേബിൾഡ് ഇൻഡെക്സ് ആണ് ഇവിടെ എല്ലാം നമുക്ക് ലേബിൾസ് ഉണ്ട്. യൂസർ ഡിഫൈൻ ലേബിൾഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, യൂസർ ഡിഫൈൻ ഡാറ്റ കൊടുക്കുന്നത്. ഇനി എനിക്കിതിനെ പൊസിഷൻ ഇൻഡെക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ നേരം ഇൻഡെക്സ് പാസ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ഡാറ്റ മാത്രമേ PD.series ഡാറ്റ മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ ഇൻഡെക്സ് കണ്ടോ 0, 1, 2, 3 പൊസിഷണൽ ഇൻഡെക്സ് ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രം എ ലിസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ സീരീസ് ഫ്രം എ ഡിക്ഷണറി. അപ്പം നമുക്ക് ഡിഫറൻസ് വരുന്നത് ഡാറ്റയ്ക്കാണ് ഡിഫറൻസ് വരുന്നത്. മറ്റേടത്ത് നമ്മൾ ഇൻഡെക്സും കൊടുത്തു, ഡാറ്റയും കൊടുത്തു. പക്ഷേ ഫ്രം എ ഡിക്ഷണറി ആകുമ്പോൾ നമുക്ക് ഡാറ്റ വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കണ്ടെയ്ൻ എ കീ ആൻഡ് എ വാല്യൂ. അപ്പോൾ ഇവിടെ കീ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആയിരിക്കണം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റയാണ് വാല്യൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യത്തിൽ പെൻ 10 എന്നാണ് നമ്മുടെ ഡാറ്റ. പെൻ 10, കോമ പെൻസിൽ 20, ബുക്ക് 30, ബാഗ് 40. ഡിക്ഷണറി സ്റ്റാർട്ട്സ് വിത്ത് കേളി ബ്രാക്കറ്റ്. കേളി ബ്രാക്കറ്റ് എന്ന് ലാസ്റ്റിൽ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അത് കഴിയുമ്പോൾ S PD.series ഡാറ്റ. ഇവിടെ ഇൻഡെക്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, നമുക്ക് ഇൻഡെക്സും ഡാറ്റയും ഈ ഡിക്ഷണറിക്കകത്തിലുണ്ട്. ഔട്ട്പുട്ട് കാണിക്കാം. സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സീരീസിലെ സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും. കണ്ടോ, ഇവിടെ പെൻ, പെൻസിൽ, ബുക്ക് ബാഗ് 10, 20, 30, 40. ഇനി ഞാനിവിടെ ഡിക്ഷണറിയുടെ പേര് എന്താണോ കൊടുക്കുന്നത്, ഇവിടെ ഞാൻ ഐറ്റം എന്നാണോ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യേണ്ടത് ഇവിടെ ഐറ്റം എന്നാണ്. അതായത് എവിടെയാണോ നമ്മുടെ ഡാറ്റ കിടക്കുന്നത് ആ ഡാറ്റയാണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് എന്നാണെങ്കിൽ പ്രിൻ്റ് സെയിൽസ് എന്ന് നമ്മൾ
ചെയ്യണം. അതായത് ക്രിയേറ്റ് ചെയ്ത സീരീസ് ഏതാണോ അതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ സെയിൽസ് ചെയ്യാൻ സ്മോൾ ലെറ്റർ കൊടുത്തു. ഇവിടെ ഞാൻ ക്യാപ് ലെറ്റർ ആക്കിയാൽ എന്താ സംഭവിക്കും? വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. അപ്പോൾ ഇവിടെ നെയിം എറർ, സെയിൽസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സെയിൽസ് കേസ് സെൻസിറ്റീവ് ആണ്. മേളിൽ ഞാൻ സ്മോൾ ലെറ്റർ സെയിൽസ് ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ തന്നെ യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ ഡിക്ഷണറി. നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം എ നമ്പർ അറേ ഓർ ആൻ എൻഡി അറേ. അപ്പോൾ നമ്മൾ സീരീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാണ്ടാസ് ലൈബ്രറി വേണം. അതുപോലെ നമ്പർ അറേ അല്ലെങ്കിൽ എൻഡി അറേ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ലൈബ്രറി ഇമ്പോർട്ട് നമ്പർ ആസ് NB യോടെ നമ്മൾ ചെയ്യണം. അത് ഏത് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം ഇമ്പോർട്ട് നമ്പർ ആസ് NB ആദ്യം ചെയ്തിട്ട് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD രണ്ടാമത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ അവർ ഡാറ്റ ഷുഡ് ബി എ നമ്പർ അറേ. അപ്പോൾ എന്തോ ചെയ്യണം? ഡാറ്റ ഈക്വൽ NB ഡോട്ട് അറേ. സിൻഡാക്സ് എന്ന് പറയുന്നത് NB ഡോട്ട് അറേ വിത്തിൻ ബ്രാക്കറ്റ്. ഇവിടെയാണ് നമ്മുടെ ലിസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ 10, 20, 30, 40 തന്നിരിക്കുന്ന ഡാറ്റ ഇവിടെ കൊടുക്കണം. അത് കഴിയുമ്പോൾ ഇൻഡെക്സ് തന്നിരിക്കുന്ന ഇൻഡെക്സ് കൊടുക്കുക. ഇതും ഏത് ഓർഡറിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇൻഡെക്സ് ആദ്യം കൊടുത്തിട്ട് ഡാറ്റ രണ്ടാമത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ ഇൻഡെക്സ് ഡാറ്റ തന്നെ കൊടുക്കണമെന്നില്ല. നമുക്കിവിടെ ഐറ്റം, ഇവിടെ ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഡാറ്റ കിടക്കുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സീരീസ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന നമ്പർ അറേയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റയ്ക്ക് പകരം ക്വാണ്ടിറ്റി എന്ന് കൊടുത്തു, ഇൻഡെക്സിന് പകരം ഐറ്റം എന്ന് കൊടുത്തു. അപ്പം ഇത് അങ്ങനെയാണ് നമ്മൾ ക്രിയേഷൻ ഓഫ് സീരീസ് ഫ്രം എ നമ്പർ അറേ. റൺ ചെയ്യാം. ഓക്കെ, സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പം ഇത് ഏത് ഓർഡർ ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ക്വാണ്ടിറ്റി മേളിൽ ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മേളിൽ ചെയ്തു. പക്ഷെ ഇവിടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഐറ്റം ആദ്യം കൊടുത്താൽ എന്താ പറ്റും? ഐറ്റം ആകും ഡാറ്റ. റൺ ചെയ്യാൻ ഞാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡാറ്റ ഇൻഡെക്സ് ആണ് പാസ് ചെയ്യേണ്ടത്. നമ്മുടെ ആർഗ്യുമെൻറ്റ് ആദ്യത്തേത് ഡാറ്റയാണ്. കണ്ടോ, നേരെ റിവേഴ്സ് ആയത് കണ്ടോ? സീരീസ് കണ്ടോ? റിവേഴ്സ് ആയത് ഇത് ഇൻഡെക്സ് ആയി. ആദ്യം പാസ് ചെയ്തത് ഐറ്റം എന്ന് പറയുന്നത് ഡാറ്റയായി. ഐറ്റം എന്ന് പറയുന്നത് പെൻസിലായിരുന്നു, അത് ഡാറ്റയായി. അപ്പം കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏതാണ് ഡാറ്റ ഏതാണ് ഇൻഡെക്സ് എന്ന് നോക്കി വേണം നിങ്ങൾ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ തേർഡ് മെത്തേഡ് കഴിഞ്ഞു, ക്രിയേറ്റിംഗ് സീരീസ് ഫ്രം ND അറേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫ്രം എ ലിസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ഫ്രം എ ഡിക്ഷണറി, അടുത്തത് നമ്മുടെ ND അറേ.